ഹലോ വെൽക്കം ബാക്ക്. ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. LGS മെയിൻസ് എക്സാമിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു മാത്സിൽ പല കുട്ടികളുടെയും സംശയമാണ്, മാത്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇത്തിരി വാസ്റ്റ് ആണ്, കുറേ ടോപ്പിക്കുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയത്ത് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് പാറ്റേൺ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് അതിൽ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞ് 2-3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിനകത്ത് നിന്ന് മസ്റ്റായിട്ടും പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പഠിക്കുക കേട്ടോ, സമയം ഉണ്ടെങ്കിൽ. ഇതെന്താണെങ്കിലും പഠിച്ചിട്ടേ പോകാവുള്ളൂ, കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് മൂവ് ടു എ വീഡിയോ. അപ്പം നമ്മുടെ മാത്സിൽ വരുന്ന ഒന്നാമത്തെ ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ക്ലാസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ എക്സാമിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ട് ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലഘുഗണിതത്തിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അതിനകത്ത് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബോഡോമസ് റൂൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. സിംപ്ലിഫിക്കേഷനെ ബേസുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയിലും വരാറുണ്ട്, ഈ പരീക്ഷയിലും വരാം. ഓക്കെ, അപ്പൊ സിംപ്ലിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബോഡോമസ് റൂളിനെ അനുസരിച്ച്. അതായത് ബ്രാക്കറ്റും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുമ്പം ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെ ഉത്തരം കിട്ടും, അത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ മാർക്ക് കളയാൻ പാടില്ല. രണ്ടാമത് നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, അഖണ്ഡിത സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. ഇതിൻ്റെ എല്ലാം തുക കാണാൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ എല്ലാം തുക കാണാൻ പഠിച്ചു വെക്കുക. നമുക്കറിയാലോ, യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് പരീക്ഷയിൽ എല്ലാ ഫേസുകളിലും ഇതിന്റെ തുക കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻസ് തലത്തിൽ ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങൾ ബോഡോമസ് റൂൾ അനുസരിച്ച് ചെയ്യാനുള്ളതൊക്കെ പഠിക്കുക ഇൻ ദ സെൻസ് മാക്സിമം ചോദ്യങ്ങൾ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കണക്ക് നമ്മൾ ചെയ്യുന്നതാണ് പഠിക്കേണ്ടത് കേട്ടോ, വായിച്ചു പഠിക്കരുത്. ഒരു 2, 3, 4 ചോദ്യങ്ങൾ ചെയ്യുക, നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 5ാമത്തെ ചോദ്യം കറക്റ്റ് ആണെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇനി 4 ചോദ്യം തെറ്റിപ്പോയെങ്കിൽ വീണ്ടും 4 ചോദ്യങ്ങൾ ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ആക്യുറസി കിട്ടുന്നത്, അതായത് ലാസ്റ്റ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും കറക്റ്റായി കിട്ടി, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അത് ചെയ്യുക. അതിനുശേഷം അഖണ്ഡിത സംഖ്യകൾ, അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനൊക്കെ പഠിച്ചു വെക്കണം. അതിൻ്റെ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക. തുക കാണാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിക്കണം, ശരാശരി കാണാനും കൂടെ പഠിക്കണം കേട്ടോ. തുക കാണാൻ അറിയാമെങ്കിൽ അതിനെ n കൊണ്ട് ഹരിച്ചാൽ എന്താവും? ശരാശരി ആയിട്ട് മാറും. ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മറ്റേത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്നും പ്രിഡിക്റ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും. അതിനകത്ത് വരുന്നതാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക കാണുക, അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ, നിങ്ങൾ തീരെ മാത്സിൽ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം ഒരു ഐഡിയയും ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇതിനെ ചോദ്യം വരുമെന്നല്ല. നിങ്ങൾക്ക് തീരെ സമയം നിങ്ങളുടെ കയ്യിൽ ഇല്ല, എന്ത് പഠിക്കണം, ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ ബേസിസിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ടൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിലൊക്കെ കൂടുതലും വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നായിരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗം സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് ലസാഗു ഉസാഖ കേട്ടോ. ലസാഗു ഉസാഖ, ലസാഗു കാണാൻ പഠിക്കണം, ഉസാഖ കാണാൻ പഠിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ചോദ്യങ്ങളും ചെയ്തു പഠിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് LCM കാണാൻ അറിയണം, അതുപോലെ തന്നെ HCF കണ്ടുപിടിക്കാൻ അറിയണം. നിങ്ങളോട് പറയും LCM എന്ന് പറയുന്നത് ഇത്രയാണ്, HCF എന്ന് പറയുന്നത് ഇത്രയാണ്, ഒരു സംഖ്യ ഇതാണെങ്കിൽ മറ്റേ സംഖ്യ ഏത്, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഒരു സംഖ്യ 13 ആണ്, മറ്റേ സംഖ്യ 14 ആണ്, ഉസാഖ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ലസാഗു കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം, ലസാഗുവിനെയും ഉസാഖ
ഉസാഖയും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? രണ്ട് സംഖ്യകളുടെയും കൂടെ പ്രോഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഗുണനം കിട്ടും. അപ്പൊ 13 ഗുണം 14 എന്തിനു തുല്യമായിരിക്കും? അവരുടെ ലസാഗുവും ഉസാഖയും ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. HCF നമുക്കിവിടെ തന്നിട്ടുണ്ട് 1 അങ്ങനെയാണെങ്കിൽ LCMന്റെ വില കണ്ടുപിടിക്കത്തില്ലേ? ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആക്കി തരും, എന്നിട്ട് ബാക്കിയുള്ള 3 കാര്യങ്ങൾ തരും, അത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇനി LCM കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ LCMന്റെ പ്രോ ലെവൽ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. പ്രോ ലെവൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്: നമ്മുടെ 2 ട്രാഫിക് ബൾബുകളുണ്ട്. ഒരു ട്രാഫിക് ലൈറ്റ് 24 മിനിറ്റ് ആകുമ്പോൾ കത്തും, മറ്റേ ട്രാഫിക് ലൈറ്റ് 36 മിനിറ്റ് ആകുമ്പോൾ കത്തും. 2 ട്രാഫിക് ലൈറ്റുകളും ഒരുമിച്ച് 9 മണിയായപ്പോൾ കത്തി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവർ ഒരുമിച്ച് കത്താൻ പോകുന്നത് എപ്പോഴായിരിക്കും? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലസാഗു കാണാനൊക്കെ അറിയായിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അത് LCM കാണാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തണം കേട്ടോ. ഒരുമിച്ച് എപ്പോൾ കത്തും, അല്ലെങ്കിൽ ഒരുമിച്ച് എപ്പോഴാണ് വരാൻ പോകുന്നത്, അതുപോലെ 3ഓ 4ഓ അല്ലെങ്കിൽ 10ഓ വാല്യൂസ് ഒക്കെ തന്നിട്ട്, 10 വാല്യൂ ഒന്നും തരില്ല കേട്ടോ, 2ഓ 3ഓ വാല്യൂ ഒക്കെ തരത്തുള്ളൂ. അങ്ങനെ തന്നതിന് ശേഷം ഒരുമിച്ച് ഇത് എപ്പോൾ ഗ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഒരുമിച്ച് ഈ കാര്യങ്ങൾ എപ്പോൾ നടക്കും, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നേരെ കണ്ണു അടച്ചെങ്കിൽ LCM കണ്ടുപിടിച്ചോണേ. LCM കാണാൻ വേണ്ടി ഇൻഡയറക്ട്ലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ കേസിൽ എങ്ങനെ വരും? 24ന്റെയും 36ന്റെയും ലസാഗു കാണുക. 2 വെച്ച് കാണാമല്ലോ, 2 വെച്ച് ഹരിച്ചോ 12 എന്ന് കിട്ടും. 36നെ 2 വെച്ച് ഹരിച്ചാൽ 18. വീണ്ടും 2 വെച്ച് ഹരിക്കുക 6 എന്ന് കിട്ടും. 18നെ 2 വെച്ച് ഹരിച്ചാൽ 9 എന്ന് കിട്ടും. ഇനി 3 വെച്ച് ഹരിക്കാമല്ലോ, 3 ഗുണം 2 6, 3 ഗുണം 3 9. ഇനി നമുക്ക് ഹരിക്കാൻ പറ്റില്ല, കാരണം 2നും 3നും കോമൺ ആയിട്ട് സംഖ്യകൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? L പോലെ ഗുണിക്കണം. LCM എന്ന് പറഞ്ഞാൽ L പോലെ ഗുണിക്കുക. 2 ഗുണം 2 4, 4 ഗുണം 3 12, 12 ഗുണം 3 2 6 അല്ലേ? 12 ഗുണം 6 എത്ര വരും? 60 എന്ന് വരും. അപ്പൊ നമ്മുടെ ലസാഗു എത്ര വന്നു? 60 മിനിറ്റ് എന്ന് വന്നു കേട്ടോ. കാരണം ഈ 2 എണ്ണവും തന്നിരിക്കുന്ന മിനിറ്റിലാണ്. 24 മിനിറ്റ് 36 മിനിറ്റ്. അപ്പൊ നമ്മളുടെ ഉത്തരം എന്താണ്? 60 മിനിറ്റ്. കഴിഞ്ഞില്ല, തന്നിരിക്കുന്ന സമയത്തിനോടൊപ്പം ഈ 60 മിനിറ്റ് കൂട്ടണം, എങ്കിലേ നമ്മുടെ ആൻസർ ആവുള്ളൂ. അപ്പൊ 9ന്റെ 60 കൂട്ടിയാൽ എത്രയാണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. 9നോട് 1 മണിക്കൂർ കൂട്ടിയാൽ 10 മണി. അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു? 10 മണി എന്ന് വന്നു. കണ്ടോ? ഇങ്ങനെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് പ്രോ ലെവൽ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ശിഷ്ടം കാണാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. നമുക്ക് 2ഓ 3ഓ നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് അതിൻ്റെ ശിഷ്ടമായിട്ട് നമുക്ക് 2 കിട്ടണം, അല്ലെങ്കിൽ 4 കിട്ടണം, അല്ലെങ്കിൽ 6 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത്? ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യണം. നമ്മൾ പ്രീവിയസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലസാഗുവിലും ഉസാഖയിലും പഠിക്കേണ്ടത്. അപ്പൊ ചോദ്യം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ലസാഗു കാണാനാണോ ഉസാഖ കാണാനാണോ എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ 2ഉം കൂടെ തന്നിട്ട് ഒരു സംഖ്യ കാണുക, ആ രീതിയിലായിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ലസാഗു കണ്ടുപിടിക്കാൻ പഠിക്കുക, ഉസാഖ കണ്ടുപിടിക്കാൻ പഠിക്കുക, 2 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതുപോലെ വേർഡ് പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക കേട്ടോ. LCMന്റെ വേർഡ് പ്രോബ്ലംസ് ആണ് ചെയ്ത് പഠിക്കേണ്ടത്. മെയിൻ സ്ഥലത്തിൽ നമുക്ക് കൂടുതലും അങ്ങനെയായിരിക്കും ചോദിക്കുക. അല്ലാതെ നേരിട്ട് 3 സംഖ്യകൾ തന്നിട്ട് ലസാഗു കാണാൻ ചോദിക്കും എന്ന് എനിക്ക് തോന്നണില്ല. കൂടുതലും ഇതുപോലെ വേർഡ് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാനാണ് സാധ്യത. അപ്പൊ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വേർഡ് പ്രോബ്ലംസ് ഓൺ LCM HCF എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത് പഠിക്കുക. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷനുകളാണ് അല്ലേ? ഭിന്നസംഖ്യകളിനകത്ത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക 4 മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഭിന്നസംഖ്യ തന്നാൽ അതിനെ ദശാംശ സംഖ്യ ആക്കി എഴുതുന്നത് എങ്ങനെ? സേ ഫോർ എക്സാമ്പിൾ 16/9 ഇങ്ങനെ ഒരു സംഖ്യ തന്നാൽ അതിനെ എങ്ങനെ നമുക്ക് ഡെസിമൽ ആക്കാം? 9ഉമായിട്ട് 16നെ ഹരിച്ചാൽ പോരെ? അപ്പൊ ഹരിക്കുക, കിട്ടുന്ന ആൻസർ ചെയ്ത്, അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂട്ടിയൊരു ആൻസർ ആയിരിക്കും വരിക, അത് അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ദശാംശ രൂപത്തിലേക്ക് മാറ്റേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ടും ചോദ്യങ്ങൾ വരും കേട്ടോ. മിശ്ര ഭിന്ന സംഖ്യകൾ തന്നിട്ട് അതിനെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനകത്ത് ഒന്നാമത് നിങ്ങൾക്ക് 3ഓ 4ഓ ഫ്രാക്ഷൻ തന്നിട്ട് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ചോദിക്കാം. മിക്സഡ് ഫ്രാക്ഷനും അതുപോലെ തന്നെ ചോദിക്കാം. മിശ്ര ഭിന്ന സംഖ്യകളെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ട്രിക്കൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് അവരെ സോൾവ് ചെയ്യാതെ തന്നെ
ബ്രാക്കറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. 1/2 പ്ലസ് 2 3/2 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. 1 + 2 ചെയ്യുക പ്ലസ് 1/2 2 പ്ലസ് 3/2 ചെയ്യുക. ഇപ്പോൾ ബ്രാക്കറ്റ്, അതായത് നമ്പേഴ്സിനെ രണ്ടുപേരെ ഒരു ബ്രാക്കറ്റിലാക്കുക, ഫ്രാക്ഷനുകളെ എല്ലാം മറ്റൊരു ബ്രാക്കറ്റിലാക്കുക. 2 1 എത്രയാണ്? 3 ആണ്. പ്ലസ് 3 1 4, 4നെ 2 ഹരിച്ചാൽ 2 എന്ന് കിട്ടും. അപ്പോൾ 3 + 2 5 ആണ് നമ്മളുടെ ഉത്തരം. ഇങ്ങനെ വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കും. സോൾവ് ചെയ്ത് അതിനെ വീണ്ടും LCM എടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ട. ഇതിപ്പോൾ 2 നമ്പർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ചിലപ്പോൾ 3 4 5 സംഖ്യകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം ഒരു ബ്രാക്കറ്റ് ആക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, അകത്ത് കിടക്കുന്നതിനെല്ലാം ഒരു ബ്രാക്കറ്റ് ആക്കുക. അതിൽ 2-3 എക്സെപ്ഷൻ കേസുകൾ വരുന്നുണ്ട്. ഈ ബ്രാക്കറ്റിനകത്തെ സംഖ്യകളെ ബേസ് ചെയ്തിട്ട് അത് നമ്മൾ ആ മിശ്രഭിന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ക്ലാസ് കണ്ട് പഠിക്കണം. മിശ്രഭിന്നങ്ങളെ കുറിച്ചായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ, കാരണം അവിടെയാണ് നമ്മൾ തെറ്റിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഭിന്നസംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ ചെയ്ത് ചെറിയ ഭിന്നസംഖ്യ ചെയ്ത്, അല്ലെങ്കിൽ അവരെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചെറുതിൽ നിന്നും വലുതും വലുതിൽ നിന്നും ചെറുതിലേക്ക് ആക്കി എഴുതുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ട്രിക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് 5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടുന്ന മാത്സിലെ ട്രിക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് ഫ്രാക്ഷനുകളെ വളരെ പെട്ടെന്ന് തന്നെ ചെറുതേത് വലുതേതെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ അവസാനം മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക, അല്ലെങ്കിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പം എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ? കൂട്ടാൻ പഠിക്കണം, കുറയ്ക്കാൻ പഠിക്കണം, ഗുണിക്കാൻ പഠിക്കണം, ഹരിക്കാൻ പഠിക്കണം, മിശ്രഭിന്നങ്ങളെ ഇതൊക്കെ പഠിക്കണം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? ഡെസിമൽ ആക്കാൻ, ദശാംശ സംഖ്യ എങ്ങനെ ആക്കണം? ചുമ്മാ ഹരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഹരിക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 3 ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ 4 ഫ്രാക്ഷൻ തന്നിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ച് എഴുതുക. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഫ്രാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഫ്രാക്ഷൻസ് എടുക്കുക. ഈ 3നെ നമ്മുടെ ഈ മുകളിലേക്ക് ഗുണിക്കുക, ഈ 2നെ ഇപ്പുറത്തെ നമ്പറിനെ മുകളിലേക്ക് ഗുണിക്കുക. എന്നിട്ട് എഴുതിക്കേ 3 × 1 3, 2 × 2 4. ഇതിൽ ഏതാണ് വലുത്? അതായിരിക്കും വലിയ സംഖ്യ. 4 അല്ലേ വലുത്? അപ്പോൾ ഈ ഫ്രാക്ഷൻ ആണ് വലുത്. അപ്പം നമുക്ക് ഇത് വെട്ടിക്കളയാം. ഇനി 2/3നെയും 5/7നെയും ഇതുപോലെ തന്നെ നോക്കുക. 7നെ വെച്ച് മുകളിൽ ഗുണിക്കുക. 7 × 2 14. 3നെ വെച്ച് ഇവിടെ ഗുണിക്കുക. 3 × 5 15. അപ്പം ഇതല്ലേ വലുത്? അപ്പം ഇതാണ് വലുത്. ഇതിനെ വെട്ടിക്കളയാം. ഇനി 5/7ഉം 2/5ഉം കൂടെ നോക്കുക. 5 × 5 25, 7 × 2 14. ഇതല്ലേ വലുത്? അപ്പം ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണ്? 5/7 ആണ്. കണ്ടോ? ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. തമ്മിൽ ചെറുത് ഏതാണോ അത് എടുക്കുക, വലിയ ഫ്രാക്ഷനെ അങ്ങ് വെട്ടിക്കളയുക. പക്ഷെ എല്ലാ നമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രാക്ഷനകത്ത് മെയിനായിട്ടും പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് അടുത്താണ് ദശാംശ സംഖ്യകൾ. ഈ ദശാംശ സംഖ്യകളിനകത്ത് ദശാംശ സംഖ്യ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 0.0625 ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ അത്രയും 0 താഴെ ഇട്ട് കൊടുത്താൽ മതി. പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 സംഖ്യയുണ്ട്. അപ്പോൾ 1ന് ശേഷം 4 0 ഇട്ടാൽ മതി. അപ്പം നമുക്ക് ആൻസർ എന്ത് വരും? 625/10,000 എന്ന് വരും. കണ്ടോ? അപ്പോൾ പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ടോ അത്രയും സീറോസ് താഴെ ഇട്ട് കൊടുക്കുക. മുകളിലുള്ള സംഖ്യയുടെ പോയിന്റ് കളഞ്ഞിട്ട് ആ നമ്പറിനെ മാത്രമായിട്ട് എടുത്ത് എഴുതുക. ഇനി ഇവരെ വെട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. 25 × 25 625. 25 × 4 100 2 0 ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. വീണ്ടും 25 × 1 25. 25 × 16 400 എന്ന് പറയുന്നത്. സോ 1/16 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് എന്താണ് ഒരു ദശാംശ സംഖ്യ തന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ഇപ്പം രീതിയിലും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഇനി ദശാംശ സംഖ്യകളെ ഹരിക്കാനും ഗുണിക്കാനും മസ്റ്റായിട്ടും പഠിക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറേ ട്രിക്കൊക്കെ അതിന് പഠിച്ചതായിരുന്നു. ഇപ്പോൾ 0.016 × 0.35 ഡിവൈഡഡ് ബൈ 0.08 × 0.7 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? ആദ്യം ഈ സംഖ്യകളെ എല്ലാം എടുത്തിട്ട് അങ്ങ്
സോൾവ് ചെയ്യുക. അപ്പോൾ 16 ഗുണം 35 ബൈ 8 ഗുണം 7 ചെയ്തു. അപ്പോൾ 8 ഗുണം 2 16 വെട്ടിക്കളഞ്ഞു. 7 ഗുണം 5 35. അപ്പോൾ 5 × 2 10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. കഴിഞ്ഞില്ല. ഇനി പോയിന്റിന് ശേഷമുള്ള സംഖ്യകളൊക്കെ ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 ഇവിടെ 3 സംഖ്യ, ഇവിടെ 2, 3 2 5. അതിന്റെ മുകളിൽ എഴുതുക 5. ഇനി താഴെ എണ്ണി നോക്കിക്കേ. 1 2 3 ഇവിടെ എഴുതിക്കേ. ഇവിടെ എത്ര സംഖ്യ? 3 സംഖ്യ. ഇനി നോക്കുക എവിടെയാണ് സംഖ്യ കുറവ്. ഇവിടെ താഴെയല്ലേ കുറവ്, ഇവിടെ 3 ഉള്ളൂ. ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 5 ഉണ്ടായിരുന്നു. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ൽ നിന്ന് 3 കുറച്ചാൽ 2. അതായത് താഴെ 2 സംഖ്യയുടെ കുറവുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉത്തരത്തിൽ താഴെ 2 0 ഇട്ട് കൊടുക്കുക. കണ്ടോ, എവിടെയാണോ നമ്പർ കുറവുള്ളത് അവിടെ ഈക്വൽ ആക്കാൻ വേണ്ടി അത്രയും 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 3 ഉള്ളൂ, ഇവിടെ 5 ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം? 3നെ 5 ആക്കാൻ 2 0 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ ഞാൻ 2 0 അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് 10/100 എന്ന് കിട്ടി. വെട്ടിക്കോ. 1/10. 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 0.1 എന്ന് വന്നു. കണ്ടോ, അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. തെറ്റിക്കരുത് കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോവില്ല. എവിടെയാണോ കുറവ് അവിടെ അത്രയും 0 ഇട്ട് കൊടുക്കുക ആൻസറിൽ കേട്ടോ. ഫൈനൽ ഉത്തരത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ദശാംശ സംഖ്യകൾ പഠിക്കുമ്പം കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും മസ്റ്റായിട്ടും പഠിക്കുക. ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. അപ്പൊ തെറ്റിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇതിനെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ഡെസിമൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കും കേട്ടോ. നമ്മുടെ ചാനലിലെ പേരും കൂടെ ആ കൂടെ ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ഡെസിമൽസ് ദശാംശ സംഖ്യകൾ ബൈ ജസ്റ്റ് ഈസി ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമ്മുടെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ടോപ്പിക് നോക്കാം. അടുത്താണ് സ്ക്വയറും സ്ക്വയർ റൂട്ടും കേട്ടോ. വർഗവും വർഗമൂലവും, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ്. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട എന്തൊക്കെയാണ്? ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണേ. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും പഠിക്കണം. സമയമില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. 1 മുതൽ 20 വരെയുള്ള സംഖ്യയുടെ വർഗങ്ങൾ പഠിച്ചു വെക്കുക. 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 10 വരെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. 11 തൊട്ട് 20, 25 വരെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ശ്രേണികൾ എന്നുള്ള ഭാഗം കേട്ടോ. ശ്രേണികൾ മിക്കവാറും നമുക്ക് ഈ സ്ക്വയറും ക്യൂബും ഒക്കെ ആവശ്യം വരും. അതുപോലെ ഒറ്റയാനെ കണ്ടെത്തുക, അതിനകത്തൊക്കെ ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും എന്ത് ചെയ്യണം? 1 മുതൽ 20 വരെയുള്ള വർഗങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ക്യൂബുകൾ പഠിക്കണം. ക്യൂബ് ആരുടെ പഠിക്കണം? 1 മുതൽ 10 വരെയുള്ള ക്യൂബ് പഠിച്ചാൽ മതി. 1 തൊട്ട് 10 വരെയുള്ള ക്യൂബ് പഠിക്കുക. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ പഠിക്കുക. അടുത്തത് ഇപ്പൊ സ്ക്വയറും കിട്ടി, ക്യൂബും കിട്ടി. ഇനി എന്താ നമുക്ക് പഠിക്കേണ്ടത്? സ്ക്വയർ റൂട്ട് പഠിക്കണം അല്ലെ. വർഗമൂലം കാണാൻ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്? ക്യൂബ് റൂട്ട് കാണാനും പഠിക്കണം. കണ്ടോ, വർഗമൂലവും പഠിക്കണം, ക്യൂബ് റൂട്ടും പഠിക്കണം. സംഖ്യകൾ ഒരു 2 3 എക്സാമ്പിൾ ചെയ്താൽ മതി, നിങ്ങൾ ആ സാധനം പഠിക്കും. അപ്പൊ മസ്റ്റ് ആയിട്ടും പഠിക്കണം. വർഗമൂലം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല. അത് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വർഗമൂലം കാണാനും ക്യൂബ് റൂട്ട് കാണാനും പഠിക്കും. 2 സിമിലറാ, വലിയ വ്യത്യാസമില്ല. ക്യൂബ് റൂട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സ്ക്വയർ റൂട്ട് കുറച്ച് പാടാണ്. കുറച്ച് പാട് ഇൻ ദ സെൻസ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ 2 പോസിബിലിറ്റി ഒക്കെ കണ്ടുപിടിച്ചൊക്കെ ചെയ്യണം. എന്നാലും വളരെ എളുപ്പമാണ്. അറിയാത്ത കുട്ടികൾ നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. സ്ക്വയർ റൂട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താണെന്നല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 1.44. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ട്രെൻഡ് ആവുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിലായിട്ട് ഈ രീതിയിൽ സ്ക്വയർ റൂട്ടും അതുപോലെ തന്നെ ഡെസിമലും ദശാംശം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതും എന്താണെങ്കിലും പഠിക്കുക. അപ്പൊ ഇതിപ്പോ എങ്ങനെയാ ചെയ്യാ? സ്ക്വയർ റൂട്ട് ഓഫ് 1.44 എനിക്ക് എങ്ങനെ എഴുതാം? 144/100 എന്ന് എഴുതാം. കാരണം എന്താ? പോയിന്റിന് ശേഷം 2 സംഖ്യ. അപ്പൊ എനിക്ക് താഴെ 2 0 ഇട്ട് കൊടുക്കാം. 144 എന്ന് പറയുന്നത് 12ന്റെ വർഗമാണ്. അപ്പൊ 144ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 12 ആണ്. അതാണ് ഞാൻ നിങ്ങളോട് ഈ സ്ക്വയേഴ്സ് പഠിക്കാൻ പറഞ്ഞത്. 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതുപോലത്തെ സംഖ്യകൾ, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യകളൊക്കെ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ നമ്പർ അങ്ങോട്ട് എഴുതാൻ പറ്റും. ചെയ്ത് നോക്കി സമയം പോലും കളയേണ്ട വരില്ല. അപ്പൊ 144 എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ വർഗമാണ്? 12ന്റെ വർഗമാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 12 ആയിരിക്കും. ബൈ
100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? എത്ര 0 ഉണ്ടോ അതിന്റെ നേർ പകുതി എടുക്കുക, 10 ആയിരിക്കും. 12/10 എന്ന് കിട്ടി. താഴെ ഒരു 0 വന്നാൽ മുകളിൽ ഒരു സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക. 1.2 കണ്ടോ, 1.2 ആണ് നമ്മളുടെ ഉത്തരം. ഈ രീതിയിൽ ഡെസിമലും അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടും കൂടെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം ഡെസിമൽ വെച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പഠിച്ചു വെക്കുക, സാധാരണ രീതിയിൽ എങ്ങനെയാണ് കാണേണ്ടതെന്നും പഠിച്ചു വെക്കുക. നേരിട്ട് ഇത് കാണാൻ വേണ്ടി ചോദിക്കത്തില്ലായിരിക്കാം, പക്ഷെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതെന്താണേലും അതിനകത്ത് പഠിക്കുക. ഒരു 3, 4, 5 ചോദ്യങ്ങൾ ചെയ്താൽ മതി, അതിനപ്പുറം ചെയ്യേണ്ട. മാക്സിമം 5 ചോദ്യം വെച്ച് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ആക്യുറസി ഉണ്ടോ എന്ന് നോക്കണേ. 4 തെറ്റിപ്പോയി, 5ാമത്തെ ശരിയായതുകൊണ്ട് മിസ് 5 ചെയ്താൽ മതിയല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തരുത്. ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം പഠിച്ചു, പിന്നെ നിങ്ങൾക്ക് അധികം സമയം അതിൽ കളയേണ്ട ആവശ്യമില്ല. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തതാണ് നമ്മുടെ ശരാശരി. ശരാശരിക്കകത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല, ശരാശരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരാശരി എന്നൊരു ചോദ്യം 100% ചോദിക്കും കേട്ടോ. ശരാശരി എന്ന് എങ്ങനെയൊക്കെ ചോദിക്കാം? ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയി, അങ്ങനെയാണെങ്കിൽ ആ പോയ ആളുടെ വെയിറ്റ്, ഹൈറ്റ്, അല്ലെങ്കിൽ അയാളുടെ വയസ്സ്. ഇനി ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നയാളുടെ ഹൈറ്റ്, വെയിറ്റ്, വയസ്സ്, ഇതിലേതെങ്കിലും ഒന്ന് കാണാനായിരിക്കും ചോദിക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. ഇതെങ്ങനെയാണ്? ഒരാൾ വന്നാൽ ശരാശരി കൂടണം, ഒരാൾ പോയാൽ ശരാശരി കുറയണം. നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ കുറേ ചോദ്യങ്ങൾ തന്നെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം പഴയ ശരാശരി എഴുതുക, പഴയ ശരാശരി നമ്മൾ എഴുതി കൊടുക്കുക. അതിനുശേഷം പ്ലസ് ഇടണം. ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നാൽ ശരാശരി കൂടി, അങ്ങനെയാണെങ്കിൽ പ്ലസ്. ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയി, അപ്പൊ നമ്മുടെ ശരാശരി എന്ത് ചെയ്യണം? കുറയണം. സാധാരണയായി നടക്കുന്ന കാര്യമാണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതണം? ശരാശരിയിൽ വന്ന വ്യത്യാസം എഴുതുക. ശരാശരിയിൽ വന്ന വ്യത്യാസം, ആദ്യം ശരാശരി 10 ആയിരുന്നു, ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയപ്പോൾ അത് എന്തായി? 8 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ശരാശരി കുറഞ്ഞില്ലേ അവിടെ? അപ്പൊ 10ൽ നിന്നും 8 ആയി. അപ്പൊ ശരാശരിയിൽ വന്ന വ്യത്യാസം എത്രയാണ്? 2 ആണ്. അതാണ് ശരാശരിയിൽ വന്ന വ്യത്യാസം. കണ്ടോ? അപ്പൊ ആ വ്യത്യാസം എഴുതുക. അതിനെ എന്തുമായിട്ട് ഗുണിക്കുക? ആകെയുള്ള അംഗസംഖ്യയുമായിട്ട് ഗുണിക്കുക. 10 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി, അപ്പൊ 9 പേരല്ലേ ഉള്ളൂ, അതാണ് അംഗസംഖ്യ. അപ്പൊ ആകെയുള്ള അംഗസംഖ്യയുമായിട്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പോയ ആൾ അല്ലെങ്കിൽ വന്നയാൾ, ഒരാൾ ഗ്രൂപ്പിലേക്ക് വന്നു, ശരാശരി കൂടി, ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് പോയി, ശരാശരി കുറഞ്ഞു. അങ്ങനെ വരുന്ന കേസിൽ ആദ്യം പഴയ ശരാശരി എഴുതുക, പ്ലസ് ശരാശരിയിൽ വന്ന വ്യത്യാസം, അതിനെ എന്തുമായിട്ട് ഗുണിക്കണം? ആകെയുള്ള അംഗസംഖ്യയുമായിട്ട് ഗുണിക്കുക. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇനി രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് 4, 5 ഒബ്സർവേഷൻ തരും, എന്നിട്ട് 6ാമത്തെ തരത്തില്ല, അത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇപ്പോൾ 1, 2, 3, 4, 5. 6ാമത്തെ ഒബ്സർവേഷൻ എനിക്ക് അറിയില്ല, ഞാനതിനെ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരാശരിയും തരും. ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 4 ആണ്. അങ്ങനെയാണെങ്കിൽ കാണാതെ പോയ വാല്യൂ എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് കൂട്ടുക, ആകെ മൊത്തമുള്ള സംഖ്യയുമായിട്ട് ഹരിക്കുക. 6 പേരുണ്ടെങ്കിൽ 6ഉമായിട്ട് ഹരിക്കുക, 8 പേരുണ്ടെങ്കിൽ 8ഉമായിട്ട് ഹരിക്കുക. ഈ രീതിയിലുള്ള പാറ്റേൺ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ സാധാരണയായിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഹരിച്ച് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഈ പാറ്റേൺസ് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞ പരീക്ഷകൾ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. അതിനകത്തുള്ള മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. LGS മാത്രമല്ല, ഇപ്പൊ LDC ഖാദി ബോർഡ് എക്സാം കഴിഞ്ഞു. 5ാം ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, കുട്ടികളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. കാരണം എന്താ, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ അത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും
ചെയ്യാൻ പറ്റും. ആൻഡ് ആവറേജിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷാ പേപ്പറിലും ഉണ്ടാവും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും. പ്രീവിയസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 എഫക്റ്റീവ് ആയിരിക്കും. കാരണം ആ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ഇപ്പം 5 ഫേസിൽ ഖാദി ബോർഡ് LDC എക്സാം ഉണ്ടായിരുന്നു. 4 ഫേസിലെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 20 ചോദ്യത്തോളം നിങ്ങൾക്ക് റിപ്പീറ്റ് തന്നെ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ പരീക്ഷയുടെ വിവിധ ഫേസുകളിൽ അത്ര റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത പരീക്ഷകളിൽ എത്രത്തോളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് മസ്റ്റായിട്ടും ചോദ്യങ്ങളെല്ലാം തന്നെ ചെയ്തു പഠിക്കണം കേട്ടോ. ഏത് എക്സാം ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ തന്നെ എക്സാം എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എത്ര ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രയും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവില്ല, അതങ്ങ് വിട്ടേക്ക്. നിങ്ങൾ ആ ബേസിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. പക്ഷെ എന്നാലും പരമാവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യുക, പുറകോട്ട് പഠിക്കണം കേട്ടോ. ഇപ്പം കഴിഞ്ഞ പരീക്ഷകൾ മുതൽ പുറകിലോട്ട് ഒരു 2, 3, 4 വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് പഠിക്കുക. ഒരു 2021 വരെയൊക്കെയുള്ള ചോദ്യങ്ങളെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുത്തു, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിനകത്ത് ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ അങ്ങ് പഠിച്ചു പോയാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ശരാശരി മസ്റ്റായിട്ടും പഠിക്കണം, ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തത് ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പഠിക്കണം? പ്രോഫിറ്റ് ശതമാനം കാണാൻ പഠിക്കണം. അതുപോലെ തന്നെ ലോസ് ശതമാനം, ലാഭ ശതമാനം, നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ നിർബന്ധമായിട്ടും പഠിക്കുക. വാങ്ങിയ വിലയും വിറ്റ വിലയും കാണാൻ പഠിക്കണം. വിറ്റ വിലയും കാണാൻ വേണ്ടി നമുക്ക് എന്താണ് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട് അല്ലേ. വാങ്ങിയ വിലേനെ നമ്മുടെ പ്രോഫിറ്റ് ശതമാനവുമായിട്ട് ഗുണിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ വാങ്ങിയ വിലയും വിറ്റ വിലയും കാണാൻ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ശതമാനവും, ഡിസ്കൗണ്ട് ശതമാനം എങ്ങനെയാണ് കാണുന്നതെന്ന് പഠിക്കുക. അത് രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനവും ലാഭ ശതമാനവും തരും, എന്നിട്ട് നിങ്ങളോട് വാങ്ങിയ വില തന്നിട്ട് വിറ്റ വില കാണാൻ പറയും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പം എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കൗണ്ട് ശതമാനവും തന്നിട്ടുണ്ട്, വാങ്ങിയ വിലയും തന്നിട്ടുണ്ടെങ്കിൽ വിറ്റ വില കാണുക. ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ മാറി മറിച്ചും തരാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാങ്ങിയ വില, വിറ്റ വില, ഡിസ്കൗണ്ട് ശതമാനം, ലാഭ ശതമാനം, നഷ്ട ശതമാനം, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നിർബന്ധമായിട്ടും കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ, മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണേ. അടുത്ത ടോപ്പിക്ക്, അടുത്താണ് സമയവും ദൂരവും. നമ്മുടെ മാത്സിലെ അവസാനത്തെ ടോപ്പിക്കാണ് കേട്ടോ, സമയവും ദൂരവും. സിലബസിൽ പറയുന്ന അവസാനത്തെ ടോപ്പിക്. ഇതല്ലാതെ പുറത്തു നിന്നും PSC കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സിലബസ് കവർ ചെയ്യുക, അതിനുശേഷം പുറത്തേക്കുള്ള ടോപ്പിക്കുകൾക്ക് സ്ട്രെസ് കൊടുക്കുക. അപ്പോൾ സമയവും ദൂരവും എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും തിരിച്ചും എങ്ങനെയാണ് ആക്കുക എന്ന് നിർബന്ധമായിട്ടും ആദ്യം തന്നെ അത് പഠിക്കുക, ക്ലിയർ ആക്കുക. 5/18 എപ്പോഴാണ് ഗുണിക്കേണ്ടത്, 18/5 എപ്പോഴാണ് ഗുണിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്പീഡ് എന്ന് പറയുന്നത് ദൂരത്തിനെ സമയവുമായിട്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറ് കേട്ടോ. സ്പീഡ് തരും, ഡിസ്റ്റൻസ് തരില്ല, സമയം തരാം. അല്ലെങ്കിൽ ഡിസ്റ്റൻസും സമയവും തരും, സ്പീഡ് കാണാൻ പറയാം. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. കൺവേർഷൻസും പഠിച്ചിരിക്കണം. കാരണം ഡിസ്റ്റൻസും ടൈമും ആണ് തരുന്നതെങ്കിൽ മിക്കവാറും മീറ്ററും സെക്കൻഡും ആയിട്ടായിരിക്കും തരിക. നമുക്ക് ഉത്തരം തരുന്ന കിലോമീറ്റർ പെർ അവറിലായിരിക്കും. അപ്പം എപ്പോഴും യൂണിറ്റുകൾ സെയിം ആക്കാൻ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ കൺവേർഷൻ പഠിക്കാൻ പറഞ്ഞത്. പിന്നെ റിലേറ്റീവ് സ്പീഡ് കാണാൻ പഠിക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? നമ്മൾ ട്രെയിനിൻ്റെ കേസിലും അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു പോലീസുകാരൻ മനുഷ്യനെ ഇട്ട് ഓടിക്കുന്നു. അപ്പം എന്താ, രണ്ടുപേരും അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇതുപോലെ രണ്ടാൾക്കാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 പേർക്ക് സ്പീഡ് വരത്തില്ലേ? അങ്ങനെ വരുന്ന കേസിലാണ് ആപേക്ഷിത വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ 2 പേരുടെ സ്പീഡ് അവിടെ എടുക്കണം. ബാക്കി ഇക്വേഷനൊക്കെ സെയിമാ. ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷെ 2 പേരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 പേരും ഒരേ ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ 2 പേരും ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2 പേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക.
ഓക്കെ, രണ്ടുപേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. ഇനി രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലോ അവരുടെ സ്പീഡുകൾ തമ്മിൽ കൂട്ടുക. അതായിരിക്കും നമ്മളുടെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഓടുന്നതെങ്കിൽ രണ്ടുപേരുടെയും സ്പീഡ് കൂട്ടണം. രണ്ടുപേരും ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ അവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കുക. ബാക്കിയെല്ലാം സെയിമാ. ഡിസ്റ്റൻസും ടൈമും വെച്ച് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. അപ്പൊ റിലേറ്റീവ് സ്പീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ. ഇപ്പൊ ട്രെയിനും നമ്മളോട് പറയാം, ഒരു ട്രെയിൻ ഒരു മനുഷ്യനെ ക്രോസ് ചെയ്ത് പോവാണ്. രണ്ടുപേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. മനുഷ്യന്റെ സ്പീഡ് തരും, ട്രെയിനിന്റെ നീളം തരും, സമയവും തരും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ വേഗത എത്ര? അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പൊ മനുഷ്യന്റെ വേഗത എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കുക, ട്രെയിനിന്റെ വേഗത x ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്താണ്, ദൂരവും സമയവും നമുക്ക് തന്നിട്ടുണ്ട്, അത് രണ്ടും കൂടെ ഹരിക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രെയിനിന് വേണ്ടി മാത്രമാണ്, ഒരെണ്ണം പ്രോബ്ലം മാത്രം ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പോയി താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, പഠിക്കുക. പക്ഷെ എന്താണെങ്കിലും ആപേക്ഷിത വേഗതയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞൊരു ടേം അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്കണം, രണ്ടുപേരും ചലിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനും പോവാണ്, ഒരു ട്രെയിനും പോവാണ്, അല്ലെങ്കിൽ 2 ട്രെയിനുകൾ തമ്മിൽ പോവാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ പുറകെ ഓടുവാണ്. ഇതുപോലെ രണ്ടുപേരും ചലിക്കുന്നുണ്ട്, രണ്ടുപേരുടെയും വേഗതയെ പറ്റി അവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി അതിനകത്ത് പഠിക്കാനുള്ളതാണ് ആവറേജ് സ്പീഡ് കേട്ടോ. ആവറേജ് സ്പീഡ് നമ്മൾ 2 രീതിയിൽ കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു അല്ലേ. ഒന്ന് 2xy by x plus y എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ്, 2 സ്പീഡ് തന്നിട്ടുണ്ട്, ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ 3 km/h 4 km/h 2 വേഗതയിൽ സഞ്ചരിച്ചു, ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. അപ്പൊ നമുക്ക് എന്താണ് ആവറേജ് സ്പീഡ്, ശരാശരി വേഗത കാണാൻ പറഞ്ഞാൽ എക്സും വൈയും ഓരോ സ്പീഡിന്റെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക, ചെയ്യുക, ആൻസർ കിട്ടും. ഇനി നേരെ മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റൻസ് വ്യത്യസ്തമായ സമയത്തിൽ ട്രാവൽ ചെയ്തു, അങ്ങനെയാണെങ്കിലോ ടോട്ടൽ ഡിസ്റ്റൻസ്, 2 ഡിസ്റ്റൻസും കൂടെ കൂട്ടുക, ടോട്ടൽ ദൂരം എടുക്കുക, അതിനെ ടോട്ടൽ സമയവുമായിട്ട് എന്ത് ചെയ്യുക, ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പൊ ആവറേജ് സ്പീഡ് കാണാൻ പഠിക്കണം, റിലേറ്റീവ് സ്പീഡ് കാണാൻ പഠിക്കണം, സാധാരണ സ്പീഡ് കാണാൻ പഠിക്കണം. ഇനി കഴിഞ്ഞ LDC ഖാദി ബോർഡ് ഫേസ് 5 വെറൈറ്റി ആയിട്ടൊരു ചോദ്യം ചോദിച്ചായിരുന്നു കേട്ടോ. നമുക്ക് എന്താണ് 2 വ്യത്യസ്തമായിട്ടുള്ള സ്പീഡ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് ചോദ്യം ഇതായിരുന്നു, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവാണ്, 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 25 മിനിറ്റ് താമസിച്ചേ സ്കൂളിൽ എത്തുകയുള്ളൂ. എന്നാൽ 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് മുന്നേ സ്കൂളിൽ എത്തും. അങ്ങനെയാണെങ്കിൽ അയാള് എന്താണ്, അയാളുടെ വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എത്ര? അങ്ങനെ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. ഒരു വെറൈറ്റി ചോദ്യമാണ് കേട്ടോ, ചെയ്ത് പഠിക്കണം. ബോർഡ് LDC സ്റ്റേജ് 5 മാത്സ് ആൻഡ് റീസണിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ, 1ഓ 2ഓ, രണ്ടാമത്തെയോ 1ആമത്തെയോ എന്തോ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതിനകത്ത് ഈ ചോദ്യം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അത് പോയി കണ്ടു പഠിക്കണേ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന മാത്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. മെന്റൽ എബിലിറ്റിയുടെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, മാത്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് നിന്നും എക്സ്പോണൻസ്, കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കണം, പെർസെൻറ്റേജ്, ശതമാനം കണ്ടുപിടിക്കാൻ പഠിക്കണം, റേഷ്യോ. ഈ 3 ടോപ്പിക്കിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം ഒരു കഴിഞ്ഞ കുറച്ച് നാളത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൃത്യംഗങ്ങൾ, എക്സ്പോണൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും റേഷ്യോയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ അർത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണികളെ തുക കാണാനുള്ളത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ 2-3 ചോദ്യ പേപ്പറിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അത് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെ ഒരു സമാന്തര ശ്രേണിയുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം, SN കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ആ 2 ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു വെക്കുക, നമുക്ക് ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. അതിനുശേഷം മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ കിട്ടും, ഇതിലൊന്നും ഉൾപ്പെടാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ സെക്ഷൻ വൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.